നമ്മൾ തീരുമാനങ്ങളിലേക്ക് എത്തണ്ട. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താ പറയുന്നത് നോക്കാം. സർ, ഹാസ് ദ വിക്ടിം ബീൻ ഐഡന്റിഫൈഡ്? പയ്യനേതോ ഹവാല റാക്കറ്റിൽപ്പെട്ട ആളാണെന്ന് സംശയിക്കാവുന്നതാണ് സർ. അതൊക്കെയാണല്ലോ പിള്ളേരുടെ ഇപ്പോഴത്തെ മുഖ്യ വിനോദങ്ങൾ. മൊബൈൽ ഫോൺ, മോട്ടോർ ബൈക്ക്, ജോളി അടിക്കാൻ ഇഷ്ടം പോലെ പണവും, അതിന് കൊല്ലാനും ചാവാനും പേടിയില്ലാത്ത കുറെ ചെറുപ്പക്കാരും. അപ്പൊ ശരി, ആന്റണി, ഈ മീഡിയാസിനോട് ബ്രീഫ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരാടിനെ പട്ടിയാക്കും, എന്നിട്ട് ആ പട്ടിയെ പേപ്പട്ടിയാക്കും. അവർക്ക് തൊഴിലാ, മുടിഞ്ഞ മത്സരം പിടിച്ച തൊഴിൽ. ബി കെയർഫുൾ. ശരി സാർ. പടച്ചതപ്പുറേ, എന്ത് കാണാനാണ് നമ്മളീ പോണത്? ഇല്ലപ്പ, അത് നമ്മുടെ അഷ്റഫ്ക്കായിരിക്കൂല. വിളിക്കേ സാർ, വരൂ. എന്ത് പോക്കാണോ ചങ്ങായി പോയത്? എന്ത് പോക്കായി പോയത്? പോലീസോ? വരട്ടെ. ഈ നേരത്ത് പാടില്ലാത്തതാണ്, പക്ഷെ ചോദിച്ചറിയാതെ പറ്റില്ല. എങ്ങനെയായിരുന്നു അഷ്റഫ്? സ്വഭാവം, ജോലി? മോനല്ല, എനിക്ക് ലോകിക്കായിരുന്നു. താമരശ്ശേരിക്കാരൻ കാതറൂട്ടിയുടെ കൂടെ ഡ്രൈവർ പണിക്ക് പോയിരുന്നു കുറച്ചു കാലം. അതുകൊണ്ടൊന്നും പുര കയ്യിലെന്നും പറഞ്ഞ് നിർത്തി പോന്ന്. പിന്നെ ഓരോ മണ്ടി പച്ചിനായിരുന്നു കുട്ടി ഈ കുടുംബം പോറ്റാൻ. ഡ്രൈവിംഗ് ജോലി വിട്ടിട്ട് പിന്നെ എന്തായിരുന്നു? ഇടയ്ക്ക് ബാംഗ്ലൂർക്കൊന്നു പോകും, ചിലപ്പോ കാസർഗോഡ്, പിന്നെ കൊണ്ടോട്ടി, അങ്ങനെ പല സ്ഥലവും പറയലുണ്ട്. വരുമ്പോ കുറെ പൈസ ഉണ്ടാവും കയ്യില്. കൂടെ ആരെങ്കിലും? ഇവിടെ ആരും വരാറില്ല. വല്ല കൂട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ഇന്നയാളുടെ കൂടെയാണ് ജോലി ചെയ്യുന്നതെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങനെയായിരുന്നു? വീടും ഉപ്പയും മക്കളും ഞാനും അല്ലാത്തൊരു വിചാരമൊക്കെ ആക്കില്ലായിരുന്നു. എന്നാ പിന്നെ കുട്ടികളുടെ കൂടെ കളിയും ചിരിയും ഇവിടുത്തെ കാര്യങ്ങൾ ജോറാക്കലും തന്നെ. ഇടയ്ക്ക് ചില ഫോണ് വരും, അപ്പൊ തന്നെ ഒരുങ്ങി പുറപ്പെട്ട് പോവുകയും ചെയ്യും. പോക്കും വരവും എന്തോ പേടിയായിരുന്നു. ഇക്കാക്കും എന്തോ പേടിയും ബേജാറും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇങ്ങനെയായി തീരുമെന്ന് വിചാരിച്ചില്ല. അന്ന് രാത്രി ഇവിടുന്ന് പോകുമ്പോ എങ്ങോട്ടാ എന്താന്ന് പറഞ്ഞു? ഒരു കെട്ട് പൈസ ഉണ്ടായിരുന്നു കയ്യില്, എവിടെ എത്തിക്കാനാന്നും പറഞ്ഞ്
ഷാജി ഇപ്പൊ എന്ത് ചെയ്യുന്നു? വണ്ടി കച്ചോടാ. ഒരു പൊടിച്ചായിട്ടിയാ കുടിക്കേനു. ജനമൈത്രിക്കാണെങ്കിലും നിങ്ങൾ എല്ലാരും കൂടി കണ്ടോണ്ടുള്ള ബേജാറ് വേണ്ട. ഒരു പൊടിച്ചാക്കി പറഞ്ഞ സാർ ഇത്തിരി സ്ട്രോങ് ആയിക്കോട്ടെട്ടോ. എന്താ ഇങ്ങക്കൊന്നും വേണ്ട? നിനക്ക് കുഴൽപ്പണക്കടത്തുണ്ടായിരുന്നല്ലേ? പിന്നെ ഒരു 5-8 കൊല്ലം കരള് കൈ പിടിച്ചോണ്ട് കളിക്കുന്ന ഒരു കളിയാണത്. നിർത്തി. പിന്നെ ഞാൻ കഞ്ചാവ് കച്ചവടം തുടങ്ങി. നമ്മളെ ഗ്രൗണ്ടിൽ ടൗൺ ഹാളിന്റെ ഇടയില് എന്തെങ്കിലുമൊക്കെ ഒരു പണിയെടുത്ത് ജീവിച്ചു പോകാൻ നിങ്ങൾ സമ്മതിക്കൂലല്ലോ സാർ. അതുകൊണ്ട് അതും നിർത്തി. ഞങ്ങൾക്ക് പണി പോലീസിലായി പോയിടോ. കൊണ്ടോട്ടി ബീരാൻകുട്ടിയുടെ കൂടെ വന്ന സമയത്ത് കുന്നംകുളത്തേക്ക് കൊണ്ടുപോയ കള്ളപ്പണം നീ അടിച്ചു മാറ്റിയെന്നൊരു കേസ് ഉണ്ടായിരുന്നില്ലേ? അപ്പേരിലൊരു 3 മാസം ഗവൺമെന്റ് കഷ്ടായി കിടന്നില്ലേ നമ്മളെ സബ്ജയില്? അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ വണ്ടി കച്ചവടം എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നെട്ടോട്ടോടണോ ഈ വെയിൽ കൊണ്ടിട്ട്? അതൊക്കെ ഈ കോയൽപ്പണ പരിപാടിയുടെ ഒരു കള്ളക്കളികളാ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പണി നിർത്തിയതു. ഈ കൊല്ലപ്പെട്ട കൊടുവള്ളിക്കാരൻ അഷ്റഫിനെ ഷാജിക്ക് പരിചയമില്ലേ? ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ മൊയ്തീൻപള്ളിന്റെ അട റോഡില് ഇന്റെ ഒരു ചങ്ങായി ഷബീറിന്റെ കൂടെ. ഓര് വലിയ ചങ്ങായിമാരാ, കുറെ കാലം ഒരുമിച്ച് ഈ പണിയൊക്കെ ചെയ്തോരാ. ഈ ഷബീറിന് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവും? ഷബീർ രമേശന്റെ കയ്യാളല്ലേ? ആരേ രമേശൻ? ഭൂലോക ഹറാത്ത. പൈസ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് തന്തിയും തള്ളിയും പടച്ചം വരാനില്ല. കോഴിക്കോട്ട് ഒരുവിധം കൊയലിലും ഒറ്റും ചതികളും ഒക്കെ രമേശൻ അറിയാൻ നടക്കൂല. അവനിപ്പോ ഇവിടെ ഉണ്ട്. ബംഗ്ലാദേശ് കോളനിയിലാ. നീ പോയി ആ രമേശനെ നയത്തിൽ ഇങ്ങോട്ട് കൂട്ടിട്ട് വാ. കാര്യം നിങ്ങൾ നല്ലൊരു മനുഷ്യനാ. പറഞ്ഞാൽ നമ്മൾ കൂടൊക്കെയും ചെയ്യും. പക്ഷെ ഈ രമേശന്റെ മൊത്തം കമ്പനി മഹാലമ്പാ. നിങ്ങളെ കാര്യം കഴിഞ്ഞ് ഞങ്ങൾ തടി ഊരുകയും ചെയ്യും. ഓൻ പുറത്തിറങ്ങിയ ഓന്റെ തടി കേടാക്കുകയും ചെയ്യും. ഞാൻ എന്തെങ്കിലും പണിക്കെടുത്ത് ജീവിച്ചു പോയിക്കോട്ടെ സാർ. ആ വളവിന്ന് 3ാമത്തെ വീടാ. എന്നാ പിന്നെ ഞാനങ്ങട്ട് എങ്കിൽ പിന്നെ ഷാജി വിട്ടോ. ഒന്ന് മാറിക്കണേ. ഒന്ന് പോയിക്കോട്ടെ. ഓടിക്കടാ. അഷ്റഫ് കൊൽപ്പണായി ബാംഗ്ലൂരിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് അവന്റെ വീട്ടിലേക്ക് പുറപ്പെട്ട വിവരം ഒറ്റയാര് മുഖേന ഞങ്ങൾ അറിഞ്ഞിരുന്നു. പിന്നെ അഷ്റഫ് കോഴിക്കോട്ട് വന്നത്? നാദാപുരത്ത് ആർക്കും എത്തിക്കേണ്ട പണമായിരുന്നു അത്. എരഞ്ഞിപ്പാലം വൈക്കാവും പാസ് ചെയ്യുന്ന വിവരം ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയിരുന്നു.
എവിടാ ബാഗ്? ഏത് ബാഗ്? ഏത് ബാഗാ? ഷബീറേ, ഇനിയോടത് ചെയ്യരുതായിരുന്നടാ. അടച്ചോൻ പൊറുക്കൂല.